ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഒരു വട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് ആ സാധനം കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ പറയും, അത് ലഡ്ഡു ആണെന്നല്ലേ? ലഡ്ഡു തന്നെ കേട്ടോ. ലഡ്ഡു പറഞ്ഞാൽ അത് എന്താ അറിയോ? എന്ത് ലഡ്ഡു ആണ് അറിയോ? അത് ഗോന്തിൻ്റെ ലഡ്ഡു ആണ്. ഗോന്ത് എന്ന് പറഞ്ഞ സാധനം ഒരു എഡിബിൾ ഗമ്മാണ്. അത് ഈ നോർത്തിലും മഹാരാഷ്ട്രയിലൊക്കെ തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ അതുകൊണ്ട് ലഡ്ഡു ഉണ്ടാക്കി കഴിക്കും. പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അത് പ്രത്യേകിച്ച് കൊടുക്കും. കാരണം അത് നമ്മുടെ ജോയിൻറ്റിന് വളരെ ഉപകാരം ചെയ്യുന്ന സാധനമാണ് അത്രേ. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ്. അപ്പോൾ ഇതല്ല കഥ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അതിൻ്റെ രസം പോകും കേട്ടോ. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളൊരു കഥയാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഇന്ന് കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചോ ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മോനും ഒന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ വന്ന് ബെല്ലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് മോനായിരിക്കും. പറഞ്ഞ് വാതിൽ തുറക്കാൻ പോയപ്പോഴാണ് നമ്മുടെ അടുത്ത വീട്ടിലൊരു സ്ത്രീ 2 ഡബ്ബയായിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ, എനിക്കെന്താ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഓർഡർ ചെയ്ത സാധനമല്ലേ ഞാൻ കൊണ്ടുവന്നത് പറഞ്ഞു. അയ്യോ, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളോട്. അപ്പോൾ അവർക്കാരോ ഓർഡർ കൊടുത്താണ്. 6 എന്ന് എൻ്റെ പേര് രതീന്നായതുകൊണ്ട് 6 എന്ന് അവർ എന്തോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അത് ഞാനാണെന്ന് വിചാരിച്ച് അത് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ സാധനം എന്താണെന്ന് നോക്കിയപ്പോൾ അത് ലഡ്ഡു ആണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ കൊണ്ടുവന്നില്ലേ, അല്ല 1/4 കിലോൻ്റെ പാക്കറ്റ് എനിക്ക് തരുമെന്നല്ലേ. ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കാൻ വേറെ ഉണ്ടെങ്കിലും മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലുണ്ട് കുറച്ചുകൂടെ, ഞാനതൊന്ന് എടുത്ത് കൊടുത്തോളാം, ഇത് നിങ്ങളെടുത്തോ പറഞ്ഞു. പിന്നെ അത് വാങ്ങിയത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ തുറന്ന് ഞാൻ കഴിച്ചു നോക്കി. ഓ, എന്തൊരു ടേസ്റ്റ് അറിയോ. വീണ്ടും കുറച്ചുകൂടി വാങ്ങണം തോന്നി. പിന്നെ ഞാൻ നിയന്ത്രിച്ചു. പിന്നെ വിചാരിച്ചു പിന്നെ ഒരിക്കലാവാന്ന്. ഒന്നിച്ച് വാങ്ങിയാൽ ശരിയാവില്ലല്ലോ, ഒന്നിച്ചങ്ങോട്ട് കഴിച്ചു പോയില്ലേ. പിന്നെ അവരോട് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുക ചോദിച്ചപ്പോൾ അവരതെനിക്ക് റെസിപ്പി നിപ്പിൽ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പക്ഷേ അപ്പോൾ ഞാൻ അവരോട് അതൊന്ന് എഴുതി തരുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് എഴുതി തരാം റെസിപ്പിന്ന്. അങ്ങനെ എഴുതി തരാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അതിൽ ഒരുപാട് സാധനങ്ങൾ വേണം. കുറച്ചൊന്നുമല്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ലഡുവിന് തന്നെ നല്ല വിലയുണ്ട്. 1 കിലോ 1800 രൂപയാണ് പറഞ്ഞത് അതിന്. പിന്നെ ഞാൻ അതെന്തായാലും വാങ്ങിച്ചു. പിന്നെ ഇതുമല്ല, ഇതിൽ രസകരമായൊരു സംഭവമുണ്ട്. കഥ എന്താ അറിയോ? ഇവരെങ്ങനെ ഈ ലഡ്ഡു കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ, ലഡ്ഡു മാത്രമല്ല കേട്ടോ, ഇവർ ഞങ്ങളുടെ താഴെയുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. അവരുടെ സ്വന്തം ഫ്ലാറ്റാണ്. ഞാനൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ അവരുടെ മോനും മരുമകളുടെയും കൂടെയാണ് അവർ താമസിക്കുന്നത്. 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർ 2 പേരും ഡോക്ടർമാരാണ്. രാവിലെ ക്ലിനിക്കിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ കുട്ടികൾ സ്കൂളിലേക്കും പോകും. ചെറിയ കുട്ടികളാണ്. പിന്നെ ഇവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കാനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും പിന്നെ എന്താ പറയുക, വീട്ടിലെ മറ്റുള്ള പണികൾക്കാണെങ്കിലും ഒക്കെ ഒരാൾക്കാരുള്ളതുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനുമില്ല. അപ്പം ഇങ്ങനെ ഇരുന്നിരുന്ന് മരവിക്കില്ലേ, എൻ്റെ പോലെ തന്നെ കേട്ടോ. ഞാൻ പിന്നെ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ള ആഹാരമൊക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണത്. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്, ഞാനും മോനും ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇടയ്ക്ക് എന്നോട് കൂടെ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. പിന്നെ ഉണ്ട്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ, ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് കൂടാതെ ഒരു ബിസിനസ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അതിലിതുപോലെ കുറേ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ് ഉണ്ടല്ലോ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്തൊക്കെയോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ചിലവർ തുണിക്കച്ചവടമാണ്, ചിലർ ടൈലറിങ് ആയിരിക്കും, ചിലവർ ട്യൂഷൻ, ചിലവർ ബേബി സിറ്റിങ്, ചിലർ ബെഡ്ഷീറ്റ്, സാരി, ഡ്രസ് മെറ്റീരിയൽ ഇതൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ. ചിലർ ജ്വല്ലറി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഈ ഗ്രൂപ്പിലാണ് ഇടുക, ബിസിനസ് ഗ്രൂപ്പിലാണ് അത് ഇടുക. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ എന്താ, ഇവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്
ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഉടനെ അവരെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. അവരിട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം മാത്രം ഉണ്ടാക്കാനാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ചിവിട പറഞ്ഞു. ചിവിട ഉണ്ടാക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം ഒരു 1/2 കിലോ ചിവിട ഓർഡർ ചെയ്തു. ചിവിട എന്ന് പറഞ്ഞാൽ അവിൽ കൊണ്ടുള്ള ഒരു എന്താ പറയുക മിക്സ്ചറാണ്. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമാണത്. ഇവിടുത്തെ എന്താ പറയുക അത്തൻറ്റിക് സ്നാക്സിലെ ഒരു സ്നാക്കാണത് കേട്ടോ. അപ്പോൾ അവരത് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഉണ്ടാക്കിയിട്ട്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അത് ഞാൻ മേടിച്ച് കഴിച്ചപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. പിന്നെ എന്താ വെച്ചാൽ ഹോം മെയ്ഡ് അല്ലേ, വീട്ടിൽ നല്ല എണ്ണയിൽ ശുദ്ധമായ എണ്ണയിലും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നല്ലോണം പെറുക്കി നോക്കിയൊക്കെ ഉണ്ടാക്കുന്ന സാധനമായതുകൊണ്ട് നമുക്ക് കഴിക്കണതിന് പേടിക്കുക വേണ്ട. അപ്പോൾ ഞാനത് ഒരേന്ന് വാങ്ങിച്ച് ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തു. അത് ഞാൻ ഈ മെസ്സേജായിട്ട് ഗ്രൂപ്പിൽ തന്നെ കൊടുത്തു മെസ്സേജ് അവരുടെ ഇതിനെ പറ്റിയിട്ട് നല്ല ഫീഡ്ബാക്ക് കൊടുത്തു. പിന്നെ കുറേ ആൾക്കാർ വാങ്ങി. അപ്പോൾ അവർ പറയും ഞാനാണ് ആദ്യത്തെ ഓർഡർ കൊടുത്തത് പറയും. പിന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയപ്പോൾ അവർ ഒരുപാട് മോട്ടിവേറ്റഡ് ആയപ്പോൾ വീണ്ടും അവരുടെ ഒത്തൻറ്റിക് സ്നാക്സ് കണ്ടുമാനമുണ്ട് മഹാരാഷ്ട്രീയൻസിന് കേട്ടോ. അവർ ഓരോന്നോരോന്നായിട്ട് അവരുടെ പഴയ കാലത്തെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കാൻ തുടങ്ങി. ഒന്നൊന്നായിട്ട് അവരിങ്ങനെ ഇന്ന് ഇതുണ്ടാക്കുന്നുണ്ട്, വേണോ ഇന്ന് ഇതുണ്ടാക്കുന്നുണ്ട്. ഞാനൊരു കുറേയൊക്കെ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും വാങ്ങിച്ച് ഉപയോഗിച്ചു. ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ. അപ്പോൾ അവരുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ഒരു മെഡിക്കൽ കോളേജിലെ ഡീനായിരുന്നു അത്രേ. അവരൊരുപാട് കൊല്ലം മുമ്പ് മരിച്ചു. കുട്ടികളൊക്കെ പഠിക്കുന്ന കാലത്തെങ്ങാണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അവർക്ക് 2 പെൺകുട്ടികളും ഒരു മോനുമാണ്. മോനും ഡോക്ടറാണ്. പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഇപ്പോൾ ഒരു മോൻ്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. ദിവസം മുഴുവൻ ഇങ്ങനെ ബേക്കാറായി പോണ പോലെ തോന്നുന്നതുകൊണ്ട് ഇവരെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അവർ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരും കേട്ടോ. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ തമ്മിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസമില്ല. ഒരേ മാസത്തിൽ ഒരേ ഇയറിൽ ജനിച്ചവരാണ്. ഡേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവരുടെ മുടിയൊക്കെ കണ്ട് എൻ്റെ മുടിയിൽ പിന്നെയും കുറച്ച് കറുപ്പെങ്കിലും കാണും. പക്ഷെ അവരുടെ മുഴുവൻ ഇങ്ങനെ വെഞ്ചാമരം പോലെ വെളുത്ത മുടിയാണ്. പക്ഷെ ആള് നല്ല പ്രസരിപ്പം, നന്നായി ഡാൻസ് ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ. മിടുക്കിയാണ് അങ്ങനെ ആള്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ആക്ച്വലി ദിസ് ഇസ് എ റിയൽ സ്റ്റോറി. അപ്പോൾ ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അത് വയസ്സായവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ സ്റ്റോറി വന്നിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനും, അമ്മമാരാണെങ്കിലും മുത്തശ്ശിമാരാണെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരവരുടെ സമയം ഇങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമായിരിക്കില്ല നമ്മുടെ മോട്ടീവ്. നമ്മുടെ സമയം നല്ല രീതിയിൽ എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൈസയും കൂടി കിട്ടും. പൈസ ഉള്ളവർ തന്നെ ആണെങ്കിലും കുറച്ച് പൈസയും കൂടി അതിൽ കിട്ടുകയാണെങ്കിൽ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ചെറുപ്പക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വയ്യ, അവിടെ വേദനിക്കണോ ഇവിടെ വേദനിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, അവർക്കും ബുദ്ധിമുട്ട്, അവരുടെ മക്കൾക്കും ബുദ്ധിമുട്ട്. അതിൽ ഭേദം കുറച്ച് ഇങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക, അവർ പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കുക ആദ്യം. പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ മോട്ടിവേറ്റഡ് ആവും. അപ്പം എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ അല്ലേ? എൻ്റെ ഈ സ്റ്റോറി മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി, താങ്ക്സ്. ഇത് നിങ്ങളുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.